അതേ എന്താ സുഖം ഇതിപ്പോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അല്ല ഇപ്പൊ രാഘവട്ടം വരണ്ടേ? രാഘവട്ടം വന്നാലേ ഇപ്പൊ എടുക്കാൻ പറ്റൂ. ജീവിച്ചിരിക്കുന്നത് രക്തസാക്ഷിയാണ് രാഘവൻ. 80 കഴിഞ്ഞൂടോ. ഇതെന്താ രാഘവട്ടെ എത്ര നേരായി? ലേശം വൈകി പോയി. ലേശം വൈകി പോയി. നമുക്ക് കാര്യങ്ങൾക്ക് കിടക്കുക. ഞാനല്ല സുഖം തുടങ്ങി. അതൊക്കെ നീയല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്തിരി വിദ്യാഭ്യാസം. ആരെങ്കിലും ഒന്ന് ആ വേണ്ടാന്ന് ഞാൻ തുടങ്ങി. മുണ്ട് കഴിച്ചിട്ട് നമ്മള് മന്യമാരുന്ന മുണ്ട് കഴിച്ചു. ഫോൺ ആരെങ്കിലും ഉണ്ടാ എടുത്തറ വീഡിയോ എടുക്കണം. ഫേസ്ബുക്കിലൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അറിയിക്കണത്. അപ്പോ ആദരണീയരായ മദ്യപാനികളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ കൂടിയത് എന്താന്ന് വെച്ചാൽ ഇന്നൊരു വലിയ സുദിനാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഞാനതൊന്ന് പറയുകയാണെന്ന് മാത്രം. അത് വേണല്ലോ. അതായത് നമ്മുടെ കൂട്ടത്തില് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള, എന്നാൽ പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടാതെ ഈ മദ്യപന്മാരുടെ ഒരു ശ്രേണിയിലേക്ക് വന്നിട്ടുള്ള പ്യാരി ജാതൻ ഇന്ന് പരിപൂർണനായിരിക്കുകയാണ്. അതെ അതെ. അതായത് മദ്യപിക്കുന്ന രീതിയെ പറ്റി എപ്പോഴും കാണുമ്പോഴൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആളുകളോട് പറയുകയും പ്യാരിയോട് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള പ്യാരിയുടെ തന്നെ ഭാര്യയായിട്ടുള്ള മണ്ടോദരിക്ക് നമ്മുടെ ബിവറേജില് ഒരു ജോലി കിട്ടിയിരിക്കുകയാണ്. എന്തിനാണോ എതിർത്തോണ്ടിരുന്നത് ആ സ്ഥാപനത്തിലാണ് മണ്ടോദരിക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. നമ്മളെ തറവാട്ടിലാ ജോലി കിട്ടിയത്. തറവാട്ടിലാണ് ജോലി കിട്ടിയത്. ഇനി നമുക്ക് ക്യൂ നിൽക്കണ്ട, ബിവറേജിൽ പോയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യം ഇനി ഉണ്ടാവില്ല. ഇനി നമ്മളൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ആവശ്യമുള്ള സാധനം പ്യാരിയുടെ ഭാര്യ മണ്ടോദരി ഇവിടെ നമുക്ക് സ്ഥലത്തേക്ക് എത്തിച്ചു തരും. നമ്മൾ എടുക്കാൻ പോയാൽ മാത്രം അപ്പൊ അതില് നമുക്ക് എല്ലാവർക്കും, പ്യാരിയുടെ മാത്രല്ല നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ ഈ ഒരു സന്തോഷത്തില് ഒരു 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്യാരിയെ ക്ഷണിക്കും. പറഞ്ഞോ ചെല്ല്. വീട്ടിലുണ്ട് ഒരെണ്ണം. എന്തിന്? ശാസ്ത്രീകരണം, കുടുംബം, അയൽക്കൂട്ടം, തൊഴിലുറപ്പ്. ഓളാ ഭാവിയാണ് തീർന്നു. ഫ്യൂച്ചർ ഓഫ് ദി എൻഡ്. അത് നോക്കണ്ട, ഇത് നോക്കേ. തുടങ്ങിക്കോ. ബഹുമാനപ്പെട്ട കാരണവര് രാഘവട്ടൻ, സത്യേട്ടൻ, സുധേട്ടൻ, എനിക്കങ്ങനെ പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നേടിയെടുക്കാൻ പറ്റാതിരുന്നത് മുഴുവൻ നമ്മൾ ഭാര്യമാരെ കൊണ്ട് നേടിയെടുക്കണം. അതിനെന്താണ് വേണ്ടത്? എന്റെ അനുഭവമാണ് പറയണത്. അതിനെന്താണ് വേണ്ടത്? അവർക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കാം. നമ്മള് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ഒരു 1.5 രാഘവൻ ചാരായമാണെന്ന് ചാരായം തന്നു നോക്കണ്ട. അത് ഞാൻ കുടിച്ച് തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ മുടക്കിയിട്ടില്ല. പിന്നെ ഒരു ദിവസം മൂക്കിന്ന് ചെറിയ ചോര വന്നപ്പോ ഡോക്ടറൊക്കെ ഉണ്ട്, ചെക്ക് ചെയ്തപ്പോ ഫാറ്റി ലിവറാണ്. പ്രസാട്ടം പറഞ്ഞ് കുടിക്കണേ കുഴപ്പമില്ല. മണ്ടു പറഞ്ഞ് ഇനി കുടിക്കരുത്, ചത്തുപോകും. പ്രസാട്ടം പറഞ്ഞ് ഇതെല്ലാവർക്കും വേണ്ടി ഇച്ചിരിച്ച കുടിച്ചോന്നും പറഞ്ഞ് പുള്ളി മിലിറ്ററി മേടിച്ചു തന്നു. അപ്പൊ ഇനി കുടിച്ചാ ഞാൻ ചത്തുപോകും എന്ന് പറഞ്ഞ ഡോക്ടർ പിന്നെ കാണാൻ ചെന്നപ്പോ അയാളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് മാലയിട്ട് വെച്ചേക്കും. അയാള് ചത്തുപോയി. അപ്പൊ പ്രസാദേട്ടനാണ് സത്യത്തിൽ ഡോക്ടർ. അപ്പൊ നമ്മള് ഇവിടെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്താ ചെയ്തത്? ദിവസവും കുടിക്കും. വെളിവ് പോയാൽ നമ്മുടെ വേടിച്ചേരന്റെ പീഠത്തിനെ കിടന്ന് ഞാൻ ഉറങ്ങും, വഴി കിടന്നുറങ്ങും. എത്ര തെണ്ടിപ്പട്ടികൾ എന്റെ വാള് നക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തുറന്നു പറയണേന്ന്. അപ്പൊ എന്താണ്, ഇവക്കൊരു കലി കയറി, എങ്ങനെയെങ്കിലും സർക്കാർ ജോലി വേണം. അതിനൊരു വാശി കയറി ഇപ്പൊ ഇവള് പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ അവള് ലക്ഷ്യത്തിലെത്തി.
ആ വാശി കൊടുത്ത ആളാണ്. വാശി കൊടുത്ത ആളാണ്. നമ്മള് അവരെ പ്രോത്സാഹിപ്പിക്കാൻ. ഞാൻ വീട്ടിൽ ചെല്ലൂല, ഒരു ശല്യൂല, അതെ, പിണങ്ങാനുമില്ല, ഒന്നിനുമില്ല ഒക്കെ. ഞാൻ ഒരു ശല്യൂല. അവക്ക് വാശി കയറി എങ്ങനെയെങ്കിലും ജീവിക്കണം. ഇപ്പൊ എന്ത് പറ്റി? അവള് പണിയെടുത്ത് എന്നെ നോക്കും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യയാണ് ഞാൻ. ഇനി ഭർത്താവ്. അതുകൊണ്ട് എന്തുണ്ടായി? ഇനി മണ്ടു സർവീസിലിരുന്ന് ചത്തുപോയാ എനിക്ക് ജോലി കിട്ടും. ഇനി അവള് പ്രായമായി ചത്തുപോയി നോക്ക്, എനിക്ക് പെൻഷൻ കിട്ടും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കൊണ്ട വെയിലും ഞാൻ കൊണ്ട മഴയും എന്നാ നക്കിയ പട്ടിയും ഞാൻ കിടന്ന പീഡിയത്തിനൊക്കെയാണ് ഇവക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത്. അപ്പൊ ഞാൻ ഈ ജീവിതകാലം മുഴുവൻ കുടിക്കാൻ വേണ്ടി സർക്കാരിന് കൊടുത്ത പൈസ മാസം മാസം ശമ്പളമായിട്ട് എന്റെ കുടുംബത്തോട്ട് വരും. അപ്പൊ നമ്മുടെ ഈ കുടി നമുക്ക് വേണ്ടി പണിയെടുക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബീവറേജിൽ നിന്ന് എന്തെല്ലാം സംവിധാനം നമുക്ക് വേണോ മണ്ടുവിന്റെ ഇടപെടൽ ഉണ്ടാവും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് എന്നെ കുടി പഠിപ്പിച്ച രാഘവേട്ടനെ മനസ്സിൽ ധ്യാനിച്ച എല്ലാവർക്കും നന്ദി. അപ്പൊ ഇനി നമ്മള് അടുത്തതായിട്ടൊരു ചെറിയ സസ്പെൻസിലേക്ക് പോവാണ്. അതായത് പേര് പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ കുടി പഠിപ്പിച്ച നമ്മുടെ രാഘവേട്ടനും നമ്മുടെ സുഗതനും കൂടെ ചേർന്നിട്ട് നമ്മുടെ പ്യാരിക്ക് ഈ സന്തോഷത്തിന് ഒരു ഉപഹാരം കൊടുക്കുന്നുണ്ട്. പ്രസാദ് ആ ഉപഹാരം എടുത്തോ. ആ, അപ്പൊ ഈ ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാഘവേട്ടനെ സുഗതനെ ക്ഷണിക്കും. അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്യാരിയെ ക്ഷണിക്കും. കൈയടിക്കണം. അവിടെ ഒന്ന് ചേർന്ന് നിൽക്ക്. നേരെ ഓക്കെ. എത്ര വേണമെങ്കിലും അടിച്ചോ, പക്ഷെ ഓഫാവരുത്. ആ മുറുക്കെ പിടിക്കണ്ട, എല്ലാവർക്കും കൂടി ഇവിടെ ആ ഗ്ലാസ് ഒക്കെ എടുത്തോ. ഇതെല്ലാം എനക്ക് നിങ്ങൾ ഒരിക്കൽ തരേണ്ടി വരും. ആ അതാണ് എന്റെ ഓളെ ഞാൻ ബീവറേജിൽ കയറ്റി തന്റെ കാര്യം. നീ ആദ്യം ഇത് അടിക്കി. ഇനി നമുക്ക് 1-ാം തീയതി കണ്ട മിലിറ്ററിക്കാരുടെ വീട്ടിന് മുമ്പ് പോയി തെണ്ടല്ലോ. ഒരു തെണ്ടിന്റെ അടുത്തും പോകണ്ട, സാധനം വീട്ടിലുണ്ടാവും. പിന്നെ 1-ാം തീയതി തലേദിവസം ശ്രീനാരായണ ഗുരു ജയന്തി സമാധി, ഗാന്ധി ജയന്തി, ഗാന്ധി സമാധിനൊക്കെ തലേ ദിവസം അവളോട് പറയണ ഒരു 5-8 ഫുള്ള് വീട്ടിൽ കൊടുന്നേക്കാൻ. നമുക്ക് വേണ്ട എടുത്ത് ബാക്കി ഞാൻ അധികം വലിക്കും. പോരാ, 10 വേണം. എന്ത് സംവിധാനം വേണേലും ചെയ്യാം. തുടക്കത്തിലല്ല, പതുക്കെ ഇത് പെട്ടെന്ന് പറയാം. പക്ഷെ ഒരു കുപ്പി എനിക്ക് പ്രത്യേകം തരാൻ വേണ്ടി പറയാം. തരും. രാഘവേട്ടന് തന്നില്ല, ആർക്ക് കൊടുക്കും ഞാൻ? അതെ. മണ്ടു ഞാനെന്നെ കാണാൻ നിക്കേനി. അല്ല, ഗവൺമെന്റ് പണി കിട്ടിയിട്ട് എന്താ മുഖത്ത് തെളിച്ചില്ലാത്ത? അങ്ങനെയൊന്നുമില്ല. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്റെ മുഖത്ത്. അല്ല, എനിക്ക് ടീച്ചറാവാനായിരുന്നു ആഗ്രഹം. ഇതിപ്പോ അതല്ലല്ലോ. നോക്ക്, ഒരു സർക്കാർ പണി കിട്ടാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടിയിടിച്ച് ഇങ്ങനെ മുഖം പൊരിപ്പിച്ച് കുത്തിരിക്കാന്ന് പറഞ്ഞാൽ ശരിയില്ലട്ടോ. എന്നാലും ഇതൊക്കെ ഈ കള്ളുകുടിയന്മാരുടെ ഇടയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എനിക്കിനി ബോണസ് കിട്ടൂ, വയസ്സായ പെൻഷൻ കിട്ടൂ. ഇതൊക്കെ ആർക്കാ കിട്ടിയ വരെ? അതൊക്കെ ശരിയാണ്. പക്ഷെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഇവിടത്തെ കാര്യം അറിയാലോ. ആര്യന്റെ കാര്യമായി പറയണേ. ആ ഒന്നിക്ക് നോക്കണ്ട. ഇതിപ്പോ 2 പേരും 24 മണിക്കൂറും ബിവറേജിൽ തന്നെ ആവും അവസാനം. അങ്ങനെ നോക്കണ്ട. ഈ ജോലിക്കാ പോണേ. ഓനവിടെ പൈസ അങ്ങോട്ട് കൊടുക്കാൻ പോവുക. അനക്കവിടെ പോയി പണിയെടുക്കണേ ഗവൺമെന്റ് ഇങ്ങോട്ട് ശമ്പളം തരൂ. അതാണ് ഈ നോക്കണ്ടത്. എന്നാലും ഇതൊക്കെ ഈ കള്ളുകുടിയന്മാരൊക്കെ വന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുവോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ഈ കണ്ടില്ലേ, അവിടെ ഇരുമ്പിന്റെ ഒരു മറ്റേ ഗ്രില്ലൊക്കെ ഇട്ടൊരു ഇതാണ്. അതിനുള്ളിൽ കൂടെ 2 തുളയുണ്ട്. ആ തുളയിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് എന്താ വണ്ടിയെന്ന് ചോദിക്കുക. അപ്പൊ ഒരു പൈസ ഒരു ഉള്ളിൽ കൂടെ അങ്ങോട്ട് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. അവിടെ പോവാറുണ്ടോ? ആര്യാണോ? ഏയ്, ഞാൻ തൊട്ടിപ്പുറത്ത് കോഴിപ്പീടിയാണല്ലോ.
കോഴിപ്പീടിയെ പോകുമ്പോ ഇങ്ങനെ കാണും ഓരോരുത്തർ ഇങ്ങനെ കച്ചര, ഒരു പുറത്തുനിന്ന് കച്ചര കണ്ട ഉമ്മക്ക് യാതൊരു പ്രശ്നം, നമ്മുടെ ഉള്ളിലല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോ അതൊന്നല്ല എനിക്ക് ഏറ്റവും പേടി. ഈ ജോലി കിട്ടിയെന്നും പറഞ്ഞ തുള്ളിക്കൊണ്ട് നടക്കാണ് അങ്ങേര്. കാര്യോ? ആ, അവിടുന്ന് ഇനിയിപ്പൊ ആ കുപ്പി കൊണ്ടുപോവാ, ഈ കുപ്പി കൊണ്ടുപോവാ കണ്ടോട്ടോ. നിക്കണ്ടെന്ന് പറഞ്ഞ ഇവിടെ സ്വൈര്യം ഉണ്ടാവൂല. ആ പറ്റൂലെന്നുണ്ട് പറഞ്ഞേക്കണോ? അങ്ങനെ കുപ്പി ഇങ്ങോട്ട് കൊണ്ടുകൊടുക്കുക, ആ സമ്പ്രദായം നിൽക്കണ്ട. അത് പിന്നെ ഓന്റെ ചങ്ങായിമാർക്കൊക്കെ കൊടുക്കേണ്ടി വരും. അതേന്നെ എനിക്കറിയാം, ഇവരൊക്കെ എന്നോട് ഇത് ചോദിക്കും. ആ, ഓനുമാണെങ്കിൽ അവിടെ ഒന്ന് മേടിച്ചോളാൻ പറയും അവനോട്. ഉണ്ണി പറയും, അതുപോലെ അനുസരിച്ചാ മതി. ബീവറേജിന്റെ ഒരു ഒഴിവുണ്ട്, അതിൽ നീ ആ തസ്തിക പാസ്സായിട്ട് ബീവറേജിന്റെ കൗണ്ടറിൽ ഒന്ന് ഇങ്ങനെ ഇരിക്കണം. വെല്ലുവിളിച്ചിട്ടാവുന്നത്. അതിന്റെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ് പഠിക്കണം. ഒരു പണിയുമില്ല. പ്യാരിന്റെ ഭാര്യ മണ്ടൂര് ജോലി ഏകദേശമായി. എന്തിനു ജീവിക്കുന്നത് ഞാൻ? പിന്നെ ഞാൻ ഒന്നും ചെയ്യൂല. ഞാൻ പറയുന്ന പോലെ പഠിച്ചാ മതി. നീ ഒന്നിച്ചെടി, ഇത് PSC പഠിച്ചെടുക്കണം. പരീക്ഷ വന്നാ പാസ്സാവണം. നീ ഞാൻ 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. കല്യാണം ആലോചിച്ച സമയത്തിന്റെ അച്ഛൻ പറഞ്ഞ 10 പാസ്സായി. നിന്ന് വീട് വരുമ്പോ നീ തോറ്റോ? കുഴപ്പമില്ല, തോക്കലും ജയിക്കലൊക്കെ സാധാരണല്ലേ. നീ PSC പരീക്ഷ പാസ്സായാ മതി. മനസ്സിലായ മോളെ? പറഞ്ഞ കേട്ടോളാ. സാമ്പിള് ഞാനൊരു ചോദ്യം ജയിക്കും. ഒരു പുള്ളില് എത്ര പെഗുണ്ടാവും? എനിക്കറിയാൻ പാടില്ല. പിന്നെ നിനക്കത് കുന്തറിയത്? ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ചോറിനോണെങ്കിൽ എത്ര ഇടണം? 2 പ്ലഗ്. ആ, 2 പ്ലഗ്. നീ അതൊന്നും പറയണ്ട, നീ പറഞ്ഞ പഠിച്ചാ മതി. കുറച്ച് ജനറല് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ചോയ്ക്ക്. ഇതിലുണ്ട് ചിറാപുഞ്ചി. പറഞ്ഞ കൊണ്ടൊന്നും പറ്റൂല. പറയുന്ന പോലെ പഠിച്ചു പാസ്സായിട്ട് അഭിമാനാടാ. എന്തെങ്കിലും അടിക്കണം. പിന്നെ പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ സ്വന്തം കല്ല നിക്കണ്. അതിന്റെ ഒരു ത്രാണിയം കണ്ട് നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും ഈ ചെവി കൊള്ളണ്ട. ഈ ഉസാറായിട്ട് പണിക്ക് പോവുക, ശമ്പളം മേടിക്കാൻ പോരാ. അഭിമാനാണ് ഞമ്മക്ക്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയും കൂടി വന്നുള്ളതിന്. കുഞ്ഞിന്റെ അടുത്താണ് കച്ചറ വെക്കണത്. അതേന്നെ എപ്പോഴും ബഹളം അവിടെ. ഒടുവോട് കൂടിയോ? കുടിച്ചില്ലെങ്കിൽ നല്ല ചക്കനാ, കുടിച്ചു കഴിഞ്ഞ ഒന്നായിക്കോട്ടെ. എല്ലാരും കണക്കുന്നു. നാടിന്ന് പോയി വെക്കവാ. എന്റെ കൺമുമ്പ് പ്യാരി കരിമോദരം ഒരു ഫുള്ള് കൊടുത്തിട്ട് ഞാനൊക്കെ ഇത് പഠിക്കണം. ഉണ്ടോ? പഠിച്ച് പാസ്സായി നീ കൗണ്ടർ ജോലിക്കുമ്പോ ഞാനാണൊരു വരുത്തുണ്ട് മോളെ. ഓ, തല്ലുന്നില്ല ഞാൻ. പഠിക്ക്, കണ്ട് പഠിക്ക്. ജോലിക്കാര് പത്രോസേ പവറ്. നീ പഠിക്ക്. എന്തെത്താ ഈ കാട്ടണേ? എന്തിനാ ഇങ്ങനെ തല്ലണ? ഈ മിണ്ടാൻ പാടില്ല. മിണ്ടത്. ബീവറേജ് ജോലിക്ക് കയറാൻ പോകുന്ന പെണ്ണാണ് പഠിച്ചിട്ട്. നാണോ മാനോ ഉൾപ്പില്ലാണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഓള് പഠിച്ച് പാസ്സാവും. അതെന്റെ അഭിമാനാണ്, എന്റെ പ്രശ്നമാണ്. ഓ, അപ്പൊ അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. എടാ, ഓക്ക് പഠിപ്പുണ്ട്, അതുകൊണ്ടാണ് ഓൾക്ക് ജോലി കിട്ടിയത്. ഈ 10ാം ക്ലാസ് ജയിക്കാത്ത ഓൾക്ക് എങ്ങനെ ജോലി കിട്ടുക? എന്ത് മണ്ടത്തരാണ് ഇവർ പറയുന്നത്? അനക്കെന്താ കിട്ടാത്ത സർക്കാർ പണി? അനക്കെന്താ സർക്കാർ പണി? പണിയോ കാര്യങ്ങളോ നിങ്ങൾ നോക്കട്ടെ. ഓള PSC പരീക്ഷ പാസ്സാക്കിക്കും, ബീവറേജ് കൗണ്ട് ഇരുത്തും. ഞാൻ പോയി എന്റെ ആവശ്യത്തിന് കുടിച്ച് ആടെ കിടക്കും. അല്ലടേ കച്ചറക്ക് നിക്കല്ലോ. ഇവിടെ ചുറ്റുവട്ടത്തെ ആൾക്കാർ താമസിക്കേണ്ടത് എന്നും ഇവിടുത്തെ കച്ചറക്ക് മണ്ടു പറയണ്ട. അടിക്കും. ഇതെന്റെ വീട്, എന്റെ സ്ഥലം, ഇത് ഞാൻ, ഇതെന്റെ ഭാര്യ. വളപ്പിന് പുറത്തോയിക്കൊള്ളണം. എന്റെ വീട്ടമ്മനൊക്കെ കേസ് കൊടുക്കും ഞാൻ. കുടിക്കാൻ വേണ്ടി കുടിക്കുമ്പോണ്ട് പെണ്ണായോട് ഞാൻ തല്ലും. പക്ഷെ നിങ്ങളെ തല്ലും. ചിലതൊന്നും കഴിക്കാൻ നന്നാവൂലടാ. അതാണ് മോളെ എന്റെ യോഗം. അല്ലാതെ എന്താ പറയാ? നടക്കോട്ട് പറഞ്ഞാ മനസ്സിലാവും. ഏരിയയിൽ കിടക്കാൻ പാടില്ല. ഇന്ത്യയുടെ തലസ്ഥാനം ഒന്നും അറിയില്ല. പഠിച്ചോണ്ടിരിക്കാനാണ് ഈ പറയുന്നത്. കുന്ത പ്യാരീനങ്ങാട്ട് 2 പെഗ് അധികം കഴിക്കുന്നവനാണോ ഞാൻ? അപ്പൊ ആര് അതിന് അർഹൻ? ആര് അർഹൻ?
അത് പറഞ്ഞിട്ട് കാര്യം ഞാൻ SLC പാസ്സാവാണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. നിന്നെ ഞാൻ കൊന്നു കളഞ്ഞാലോ എന്നാ ദൈവമേ ആലോചിക്കുന്നത്. ആ, ഇന്ത്യയുടെ ദേശീയ മൃഗം എനിക്കറിയാൻ പാടില്ല. പോട്ടെ, ഇന്ത്യയുടെ ദേശീയ പക്ഷി